എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്വീറ്റ് ബോളിയും സേമിയ പായസവുമാണ്. സ്വീറ്റ് ബോളി തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ശർക്കരയിലാണ് സ്വീറ്റ് ബോളി തയ്യാറാക്കുന്നത്. പഞ്ചസാരയിൽ തയ്യാറാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മധുരം സേമിയ പായസത്തിനത് പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ ശർക്കരയിലാണ് ബോളി തയ്യാറാക്കിയെടുക്കുന്നത്. ശർക്കര പാനിയാക്കിയ ശേഷം ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു കുക്കറിലാണ് ഞാൻ കടലപ്പരിപ്പ് വേവിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായ ശേഷം ഇതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 250 ഗ്രാം കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വറുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരെയൊക്കെ വേണ്ടി വരും ഇത് വെന്തെടുക്കുന്നതിന്. ഒന്നിച്ച് 4 വിസിൽ വരുന്ന വരെ വെച്ചേക്കാതെ ഒരു 2 വിസിൽ വന്ന ശേഷം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും 2 വിസിലൂടെ ചെയ്താൽ മതിയാകും. വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ്ട. ഈ പരിപ്പൊന്ന് കവർ ചെയ്ത് കിടക്കുന്ന പോലെ അത്രയും പരുവത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മളിത് വെള്ളം ഊറ്റി കളയേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ നെയ്യെല്ലാം അങ്ങ് പോവും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഇനി അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഉടയുന്ന ആ ഒരു രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് വെന്ത് പോവുകയും ചെയ്യരുത്. ഇത് നമുക്ക് ഉടച്ചെടുത്ത ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് തന്നെ വെന്ത് കിട്ടേണ്ടതുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ തയ്യാറാക്കിയ കടലപ്പരിപ്പ് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തതാണ്. തരികളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കേണ്ടതുണ്ട്. ഈ കടലപ്പരിപ്പ് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 200 ഗ്രാമോളം ശർക്കരയാണ് ഞാൻ പാനിയാക്കി വെച്ചിരുന്നത്. മധുരം കുറച്ചുകൂടെ കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതിയാകും. പായസത്തിന് കൂടെ കഴിക്കാനാണല്ലോ. ഇനി ഈ ശർക്കര പാനി എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് 1 സ്പൂൺ ജാതിക്ക പൊടിച്ചതാണ്. ഇതിൻ്റെ കൂടെ ഒരു 5 ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്ന് തയ്യാറാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മൈദമാവ് കൂടി തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടി 1 കപ്പ് മൈദമാവ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബോളിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. യെല്ലോ ഫുഡ് കളർ ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് ലൂസായ രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കുന്നതിന്. ഈ ഒരു രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. നല്ലെണ്ണ ഒഴിച്ച് ഇതൊരു 15 മിനിറ്റ് നല്ലെണ്ണയിൽ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത ശേഷം എടുക്കുമ്പോൾ ഈ മാവ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി ബോളി തയ്യാറാക്കാം. അതിനുവേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കടലപ്പരിപ്പ് ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതെല്ലാം തന്നെ ഒന്ന് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ മൈദമാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത ശേഷം ചെറിയ ബോൾസായിട്ട് അതും ഒന്ന് ഉരുട്ടിയെടുക്കണം. പിന്നീട് അത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് പരത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. കൈകൾ നന്നായിട്ട് എണ്ണ തൂത്ത ശേഷം വേണം ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം ഇത് പറ്റിപ്പിടിക്കും. ഇതുപോലെ ഒന്ന് ചെയ്ത ശേഷം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ മൈദമാവ് ഇതുപോലെ ഒന്ന്
സ്ട്രെച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ കവർ ചെയ്ത് ഫുള്ള് മൈദമാവ് വരണം. വളരെ തിൻ ലെയറായിട്ട് നമ്മൾ ഇതെടുക്കുകയും വേണം. എക്സസ് ആയിട്ടുള്ള മാവ് ഇതുപോലെ ഒന്ന് ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇതുപോലെ ബോളുകളായിട്ട് ഇതും ഒന്ന് മാറ്റി വെക്കണം. ഇനി നമുക്കിത് പരത്തിയെടുക്കാനുള്ളതാണ്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ നമുക്ക് റോള് ചെയ്തെടുക്കുന്നതിന്. അത് കുഴപ്പമില്ല, 2-3 ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ശരിയാവും. കടലമാവ് കൊണ്ട് തയ്യാറാക്കിയ ബോൾസ് പുറത്ത് കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഈ മൈദമാവിൻ്റെ കോട്ടിങ് കൊടുക്കുന്നത്. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ പൊട്ടിപ്പോവാണെങ്കിൽ കുഴപ്പമില്ല. മാക്സിമം നല്ലതായിട്ട് ഫില്ല് ചെയ്തിട്ട് ആ ഗ്യാപ്പ് വന്നിട്ട് ചെറുതായിട്ട് തിൻ ലെയറായിട്ട് നമ്മൾ മൈദമാവ് വേറെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ബോൾസ് ആക്കി എടുത്താൽ മതിയാകും. ബോളിക്ക് കടലപ്പരിപ്പിൻ്റെ ടേസ്റ്റാണ് വരാനുള്ളത്, മൈദമാവിൻ്റെ ടേസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ തിൻ ലെയറായിട്ട് ഇത് കൊടുക്കണമെന്ന് പറയുന്നത്. എല്ലാ മാവും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നതിന് മുൻപായി കയ്യിൽ വെച്ച് ഇതുപോലെ തന്നെ ഇതൊന്ന് വളരെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുകയും വേണം. അതിനുശേഷം നമുക്കിത് അരിപ്പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വറുത്ത അരിപ്പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ പൊടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് അധികം പ്രസ് ചെയ്ത് പരത്തേണ്ട, വളരെ പതുക്കെ പരത്തിയാൽ മതിയാവും. നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ബോളി തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാറില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ അധികം പ്രസ് ചെയ്ത് പരത്തിയെടുക്കാൻ പാടാണ്, അത് പൊട്ടിപ്പോകും. അപ്പോൾ അത് പരത്തിയെടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് നമ്മൾ പാത്രമൊക്കെ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ എക്സസ് ആയിട്ട് വരുന്ന മാവ് വെച്ചിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഇതേപോലെ ബോളി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം റൗണ്ട് ഷേപ്പിൽ നമ്മളിത് തയ്യാറാക്കിയെടുത്താൽ മതിയാകും. അതിനുശേഷം ഈ ബോളിയെല്ലാം ഞാനൊരു വാഴയിലയിൽ നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അതിന് ഒരു കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഈ ബോളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വട്ടം തിരിച്ച് മറിച്ച് വിടേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും മറു സൈഡ് കൂടെ തിരിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് മൈദമാവ് പ്രിപ്പയർ ചെയ്തതും കടലപ്പരിപ്പ് വേവിച്ചെടുത്തപ്പോഴും ഒക്കെ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് അങ്ങ് പൊങ്ങി വരുമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമേ ഉള്ളൂ. കാരണം ഇതിൽ മൈദമാവിൻ്റെ കോട്ടിങ് വളരെ തിൻ ലെയറായിട്ടല്ലേ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് പൊങ്ങി വരില്ല. മൈദമാവിൻ്റെ കോട്ടിങ് കൂടിക്കഴിഞ്ഞാൽ ഇത് വലുതായിട്ട് പൊങ്ങി വരും. ഞാൻ ബോളി എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, സ്വീറ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നമുക്ക് പായസം കൂടി തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോവാണ്. സേമിയ പായസമാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു ഓട്ടുരുളിയാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് ഒന്ന് വറുത്ത് കോരുന്നുണ്ട് ആദ്യം തന്നെ. ഇതൊന്ന് കോരി മാറ്റിയ ശേഷം കുറച്ച് നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യൊന്ന് മെൽറ്റായ ശേഷം ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത സേമിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 250 ഗ്രാം സേമിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫുള്ള് തേങ്ങാപ്പാലിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്.
ഇതിൽ പശുവിൻ പാൽ ചേർക്കുന്നതേ ഇല്ല. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 തേങ്ങയുടെ പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാൽ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 2-ാം പാലിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-ാം പാൽ മുഴുവനായും ചേർത്ത് കൊടുക്കുന്നില്ല. 2-ാം പാൽ എടുത്തതിൽ പകുതി മാത്രമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് ചേർത്തത്. ഇതൊന്ന് കുറുകി വന്ന ശേഷം വീണ്ടും പാൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ 2-3 തവണയായിട്ടാണ് 2-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചൊന്ന് കുറുകി വന്ന ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചവ്വരി ഞാൻ നേരത്തെ തന്നെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 50 ഗ്രാം ചവ്വരി വേവിച്ച് വെച്ചിരുന്നതാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സേമിയ വേവുന്നതിനനുസരിച്ച് തന്നെ ഇതൊന്ന് കുറുകി വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ഈ 2-ാം പാൽ എടുത്ത് വെച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒന്നിച്ച് 2-ാം പാൽ ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കുറുകി വരുന്നതനുസരിച്ച് ലൂസാവാൻ വേണ്ടിയിട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 200 ഗ്രാം പഞ്ചസാരയാണ് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് പായസം. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4-5 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകിയ ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചധികം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത്. പശുവിൻ പാൽ ഉപയോഗിച്ച് തയ്യാറാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തേങ്ങാപ്പാലിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്നതിന് വേറൊരു രുചിയാണ്. ഇപ്പോൾ പായസം ഏകദേശം ഒന്ന് പരുവമായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1-ാം പാൽ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടുരുളി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് പാത്രത്തിൽ. അപ്പോൾ ആ ഒരു ചൂടിൽ മാത്രം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാകും. അതിനുശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് കുറുകിയിരിക്കും. നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് കഴിക്കാനും പറ്റും. ഞാനിത് കുറച്ചൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം.
ഇനി ഈ പായസം നമുക്ക് ബോളിയും കൂട്ടി കഴിക്കാം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, വളരെ സോഫ്റ്റാണ് ഈ ബോളി. ഈ ബോളി പായസവുമായിട്ട് വളരെ ടേസ്റ്റുമാണ് കഴിക്കുന്നതിന്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ആ ഇഷ്ടം നിങ്ങളുടെ ഷെയറും ലൈക്കും സബ്സ്ക്രിപ്ഷനുമായി അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.